ചെങ്കളെ ബാംഗ്ലൂരിലാണ് കേട്ടോ. ബാംഗ്ലൂരിൽ അങ്ങനെ കറങ്ങാറിങ്ങിയ സമയത്താണ് ഇവിടെ കുറച്ച് ബസ്സുകൾ സൈഡാക്കിയിട്ട് കണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ബാംഗ്ലൂരിലെ ബസ്സുകളൊക്കെ കാണിക്കണമെന്ന്. അപ്പോൾ അതാ എല്ലാവർക്കും വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ കുറച്ച് ബസ്സുകൾ കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും കേരളത്തിലെ ബസ്സുകൾ മാത്രമാണ് കാണിക്കണമെന്നുള്ളൊരു പരാതി ഉണ്ട്. സാം ടൂർസിൻ്റെ ഒരു പുത്തൻ ടാറ്റ കേട്ടോ, എന്താ ലുക്കല്ലേ. അപ്പോൾ ചെങ്കളെ ഞാനിങ്ങനെ ബസ്സുകളുടെയൊക്കെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബസ് കണ്ടു, അതിൻ്റെ വീഡിയോ എടുക്കായിരുന്നേ. ആ എടുക്കുന്ന സമയത്ത് അതിൽ ജീവനക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. യോഗേഷ് ഭായ്, ആളൊരു രക്ഷയിലിട്ട വൈബ് മനുഷ്യൻ. ആളെ എനിക്ക് ബസ്സിന്റെ ഡോറൊക്കെ തുറന്നു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഉള്ളിൽ കയറി എടുത്തു തന്നു. കാരണം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണിച്ചെടുത്ത്. ആള് നമ്മളെ ഫോളോവറാണ് കേട്ടോ. ആള് നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആളൊരു രക്ഷയിലിട്ട വൈബ് മനുഷ്യനാണ്, വൈബ് മനുഷ്യൻ. ആൾക്ക് ഹിന്ദി അറിയുന്നതുകൊണ്ട് ആളടുത്ത് കുറേ നേരം സംസാരിച്ചാണ് ഇരുന്നട്ടോ. ഇതൊരു പുത്തൻ ബസ്സാണ് കേട്ടോ, എന്താ ലുക്കല്ലേ. ഇവിടെ ഇപ്പൊ എല്ലാം പുത്തൻ ബസ്സുകൾ. നമ്മൾ ഇതിന് മുമ്പ് കർണാടകത്തെ കുറച്ച് ബസ്സുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ പ്രകാശിന്റെ വീഡിയോ ഇട്ട സമയത്ത്. അപ്പൊ ചെങ്കടെ ആളടുത്ത് അങ്ങനെ കുറേ നേരം സംസാരിച്ച്. ഇതാണ് ആള് പോകുന്ന ബസ് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഈ ബസ്സിൽ കയറുകയാണെങ്കിൽ യോഗേഷ് ഭായിക്ക് നമ്മളെ വീഡിയോ കാണിച്ചു കൊടുക്കണം. യോഗേഷ് ഭായിക്ക് എന്തായാലും നമ്മൾ ടാഗും ചെയ്തിട്ട് കുളാബ് അടിച്ചിട്ടോ. അങ്ങനെ യോഗേഷ് ഭായിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ആളൊരു രക്ഷയില്ലട്ടോ, വൈബ് മനുഷ്യനാട്ടോ. എന്തായാലും ചെങ്കകൾ ഇതൊക്കെ പോരാ നമുക്ക് ജീവിതത്തിലല്ലേ.